ഹിനുവിന്റെ കേസൊക്കെ നടക്കുകയാണ്. ഹിനു ആകട്ടെ അയാളെ കാണുവാനായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അയാളെ കാണുവാനായിട്ട് സാധിച്ചില്ല എന്നൊരു മറുപടിയൊക്കെ കോടതിയിൽ നൽകുന്നു. ഹിനുവും വീട്ടിൽ നിന്നും പുറത്തു പോകുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഹിനുവിന്റെ ശരീരത്തിലുള്ള ഒരു ഡ്രസ്സിലും ഗ്രീൻ കളർ ഒന്നുമില്ല. അതേസമയം ഗ്രീൻ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാള് ഹിനുവിന്റെ വീട്ടിലൊക്കെ കയറിയതിനു ശേഷം കത്തി മോഷ്ടിച്ചുകൊണ്ട് പോയതാകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മറ്റൊരു ദൃശ്യം കൂടി കാണിക്കുകയാണ്. ആ ഒരു ദൃശ്യത്തിലും ആൾ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളറൊക്കെ ഗ്രീൻ ആയിരുന്നു. ഇനി മറ്റൊരു വീഡിയോയിലാകട്ടെ കൊലയാളി കൃത്യമൊക്കെ നടത്തിയതിനു ശേഷം എല്ലാ സാധനങ്ങളും കത്തിച്ചു കളയുന്ന ഒരു വീഡിയോയും കൂടി ഫ്രണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. ആ കത്തിച്ച സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത സമയത്താകട്ടെ അതിൽ നിന്നും നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഗ്രീൻ കളറുള്ള നൂല് അത് ഇതിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്നുള്ളതിന്റെ തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ കാണിച്ചും കൊടുക്കുന്നു. പണമൊക്കെ കൊടുത്തിട്ട് ഏതോ ഒരാളെ കൊല്ലുവാനായിട്ട് ഏർപ്പാടാക്കിയതാണ്. അങ്ങനെയിരിക്കെ അയാളും ഉറപ്പായിട്ടും കൊലപാതകം നടത്തിയെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാകും. സോ അയാളുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കും അങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ ലഭിക്കുമെന്ന് ഹിനു പറഞ്ഞത് പ്രകാരം കൊലയാളി ആരാണെന്ന് കണ്ടെത്തിയതിനു ശേഷം കൊലയാളിയുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആന്റിയും ടീമും. അങ്ങനെ ഇരിക്കെ ആ ലിങ്കിലൊക്കെ അയാൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഹാക്ക് ചെയ്യുവാനായിട്ടും അവർക്ക് സാധിച്ചു. ഇപ്പോൾ ആ ഒരു തെളിവുകളെല്ലാം തന്നെ കോടതിയെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും കോടതിയും ആ തെളിവ് സ്വീകരിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോന്ന ഉൺസിംഗും കോടതിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിലുള്ള കൊലയാളിനെയും അങ്ങനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യുനുവിനെയും ഇപ്പോൾ വെളിയിലേക്കൊക്കെ വിട്ടിരിക്കുന്നു. ഹ്യുനുവിനെ കാത്ത് ഹെയ്നും സെക്രട്ടറി നായഡൊപ്പം മറ്റൊരു കാറിലൊക്കെയുണ്ട്. ഹ്യുനുവും വളരെ അപകടകാരിയായിട്ടുള്ള ഒരു സ്റ്റോക്കറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അവൻ എന്ത് ചെയ്യുകയാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കണമെന്നൊക്കെ ഹെയ്ൻ പറയുന്ന സമയത്താകട്ടെ ഹ്യുനു അല്ല, ഇപ്പോൾ നീയാണല്ലോ അവനെ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന കാര്യമൊക്കെ സെക്രട്ടറിനായും അറിയിക്കുന്നു. ഹ്യുനു ഇറങ്ങി വരുന്ന സമയത്ത് ചേച്ചി ചേട്ടനും അവനെ കാത്ത് നിൽപ്പൊക്കെ ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവർ വളരെയധികം ക്ലോസ് ആണെന്നൊക്കെ തോന്നുന്നല്ലോ എന്നൊക്കെ ഹെയ്നും പറയുകയാണ്. മാത്രമല്ല അവളും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെക്കുന്നു. ടോഫു എന്ന ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് അവന് നൽകുമ്പോഴത്തേക്കും അവനത് കഴിക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവനത് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ അതിൽ എഴുതിയും വെക്കുകയാണ് അവൾ. ഹ്യുനു ഇനിയും എനിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമോ എന്ന സംശയമൊക്കെ എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹ്യുനു പോകുന്ന അതേ വണ്ടിനെ ഫോളോ ചെയ്തുകൊണ്ട് അവരും പോവുകയാണ്. ഹ്യുനു ഇപ്പോൾ കുറ്റവിമുക്തനൊക്കെ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കടയിലുള്ള എല്ലാ സാധനങ്ങളും പകുതി വിലക്കൊക്കെ നൽകുന്നതായിരിക്കുമെന്നൊരു ബോർഡൊക്കെ അച്ഛനും വെക്കുന്നു. നേരത്തെ ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ശരിയല്ല എന്നൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാകട്ടെ എന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ അച്ഛന് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് സൂചോളം ഇരിക്കുന്നത്. അതേസമയം അച്ഛനും ഇത് ലാഭത്തിന് വേണ്ടിയല്ല ചെയ്യുന്നതെന്ന കാര്യമൊക്കെ സൂചോളിനെയും അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കാൻ അച്ഛനും ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് പോലും കൊടുക്കുന്നു. ഹ്യുനു തിരിച്ച് നാട്ടിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആയിരുന്നു അവനെ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ച് സൂചോളിനെയൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും സൂചോൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ഹെയ്നും സംശയിക്കുന്നു. നിന്റെ അമ്മനെ പേടിച്ചിട്ടാണ് അവനിവിടെ നിൽക്കുന്നതെന്നൊക്കെ സെക്രട്ടറിനെ അറിയിക്കുമ്പോഴത്തേക്കും അതെങ്ങനെയാ ശരിയാവുന്നത്? ഞാനോ ആ ഒരു വീട്ടിലൊന്നും ഇല്ല, മാത്രമല്ല അതെന്റെ എക്സ് ഹസ്ബൻഡിന്റെ വീടല്ലേ, അങ്ങനെ ഇരിക്കെ ഇവരെങ്ങനെയാണ് സമാധാനത്തോടു കൂടി അവിടെ നിൽക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ ഹെയ്നും ഓർക്കുന്നു. എന്തായാലും അവരുടെ ഫാമിലി തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് എന്ന കാര്യവും അവൾ ഉറപ്പിക്കുകയാണ്. ഹ്യുനുവും ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമ്മയും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അവരും അങ്ങനെ ഒരുപാട് സ്നേഹത്തിലൊക്കെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഹ്യുനുവിന്റെ പേരൻസ് ഒക്കെ വളരെ പാവമാണെന്ന് തോന്നുന്നു. എന്തായാലും അവരുടെ ആ ഒരു ബോണ്ടിങ് ഒക്കെ വളരെ വലുതാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എഴുതിയെടുക്കുകയായിരുന്നു അവളും. അതൊക്കെ കാണുന്ന സെക്രട്ടറിനായും എനിക്കിപ്പോൾ എന്റെ ചെറുപ്പകാലമൊക്കെയാണ് നിന്നെ കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എനിക്കും BTSനെയൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്ന സമയത്ത് ഞാനും അവരും തമ്മിൽ എന്താണ് ബന്ധമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീടാകട്ടെ അവരെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. എനിക്ക് അവരെ അത്രത്തോളം ഇഷ്ടമായി തുടങ്ങി. നീയും ഇപ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ സെക്രട്ടറിനെ പറയുമ്പോഴത്തേക്കും നീ സാധാരണയായിട്ട് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കാറുള്ളതെന്നൊക്കെ സെക്രട്ടറിനായുടെ അടുത്ത് ഹെയ്നും ചോദിക്കുന്നു. ബോസും അസിസ്റ്റന്റും തമ്മിൽ സംസാരിക്കുന്ന രീതിയിൽ ഒന്നുമല്ലല്ലോ അവർ സംസാരിക്കുന്നത്. അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്രട്ടറിനായും നമ്മൾ ഇതിനു മുമ്പും ഇങ്ങനെ തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല നീ എനിക്കൊരു 100 മില്യൺ ഒക്കെ തരാമെന്നും ഏറ്റിട്ടുണ്ടായിരുന്നതാണെന്നൊക്കെ സെക്രട്ടറിനെ പറയുമ്പോഴത്തേക്കും ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യുവാനായിട്ട് സാധ്യതയില്ല എന്നൊക്കെ ഹെയ്നും പറയുന്നു. നീ എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടെങ്കിലും നിന്റെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. മാത്രമല്ല നിനക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം ഏതാണെന്ന് കണ്ടെത്തുവാനും സാധിക്കും. നിന്റെ ഹൃദയമിടിപ്പ് മാറുന്നതിനനുസരിച്ച് സത്യം എന്താണെന്ന് നിനക്കും മനസ്സിലായിക്കോളുമെന്നൊക്കെയാണ് സെക്രട്ടറിനായും അവളോട് പറയുന്നത്. ഇനി ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യുന്ന ആളും അവിടെ നിന്നും ഹെയ്ന് ഡയറി ഒക്കെ കിട്ടുകയാണ്.
അയാളും ആ ഒരു ഡയറിയൊക്കെ റിസപ്ഷനിലും ഏൽപ്പിക്കുന്നു. ഇപ്പോഴാകട്ടെ ആ ഒരു ബുക്കൊക്കെ ആരുടെയാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ അതങ്ങ് കളഞ്ഞേക്കാമെന്നൊക്കെ അവർ ആദ്യം വിചാരിക്കുന്നുണ്ടെങ്കിലും ഹ്യുനുവും ഒരു ബുക്കൊക്കെ അവിടെ കിട്ടുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും തിരികെ നൽകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന കാര്യം അവരും ഓർക്കുകയാണ്. ഇപ്പോൾ ആന്റിയും തിരികെ ആ ഒരു നാട്ടിലേക്കൊക്കെ എത്തുകയാണ്. ആന്റിയോട് എന്താണ് വന്നതെന്നൊക്കെ സൂചോട് ചോദിക്കുന്ന സമയത്താകട്ടെ ഹ്യുനു തിരിച്ചെത്തിയതിന്റെ സന്തോഷത്തിലൊക്കെയാണ് ആന്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആന്റി ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ നൽകുവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പുതിയ മോഡലുള്ള ഒരു വാഷർ ആണെന്നുള്ള കാര്യമൊക്കെ ആന്റിയും കൗൺസിലറിനെ അറിയിക്കുന്നു. ഒരാളാകട്ടെ ആന്റി വളരെയധികം സുന്ദരിയാണ്, മാത്രമല്ല ഒരുപാട് പണവുമുണ്ട്. ആന്റിയും 3 തവണ വിവാഹമൊക്കെ കഴിച്ചതല്ലേ, ആന്റിനെ പോലെ ഒരാളായിട്ട് ഇരിക്കുവാനാണ് തനിക്ക് ഒരുപാട് ആഗ്രഹം എന്നൊക്കെ ആന്റിയോടും പറയുന്നു. കൗൺസിലറോടും നീ എത്ര കാലം എന്ന് വെച്ചിട്ടാണ് വിവാഹമൊന്നും കഴിക്കാതെ നടക്കുക, ഇവിടെ ആകട്ടെ ഒരു ടീച്ചറൊക്കെ ഉണ്ട്, ഞാനും നിനക്ക് വേണ്ടി അവളെ ആലോചിക്കട്ടെ എന്നൊക്കെ അവളും ചോദിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ആ ഒരു ഗിഫ്റ്റിന്റെ പരിപാടിയൊക്കെ ആന്റിയും നടത്തുകയാണ്. ആദ്യം എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ടോഫു ഒക്കെ കട്ട് ചെയ്തിട്ടാണ് ഗിഫ്റ്റ് നടത്തുന്നത്. അതായത് ഓരോരുത്തരായിട്ട് അവിടെ ഉണ്ടായിരുന്ന നമ്പേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യും. ആ നമ്പേഴ്സിൽ ഏത് നമ്പറാണോ ആളുകളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ആ ഒരു നമ്പറിലുള്ളവർക്കായിരിക്കും ആ ഗിഫ്റ്റ് ഒക്കെ നൽകുക. അങ്ങനെയാണ് അവർ ആ പരിപാടിയൊക്കെ നടത്തുന്നത്. ഏറ്റവും ഒടുവിലായിട്ടായിരുന്നു വാഷറൊക്കെ നൽകുന്നത്. വാഷർ നൽകുവാനായിട്ട് ആന്റി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ആള് കൗൺസിലർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലറുടെ നമ്പർ ഏതാന്നൊക്കെ നോക്കിയതിന് ശേഷം ആന്റിയും ആ ഒരു നമ്പർ കൃത്യമായിട്ട് തന്നെ എടുത്തിട്ട് കൗൺസിലറാണ് വിജയിച്ചതെന്നൊക്കെ അറിയിക്കുന്നു. അതേസമയം കൗൺസിലറും അതൊന്നും വലിയ കാര്യമാക്കാതെയൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുമുണ്ടായിരുന്നത്. മാത്രമല്ല കൗൺസിലറുടെ ഫ്രണ്ടിനും വാഷറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കല്ലേ അത് ഏറ്റവും ആവശ്യമുള്ളതെന്നൊക്കെ ചോദിച്ച് അവർക്കും ആ ഒരു നമ്പറൊക്കെ നൽകി. അങ്ങനെ അവർക്കും ആ ഒരു വാഷറൊക്കെ സമ്മാനമായിട്ട് ലഭിക്കുകയും ചെയ്തു. പക്ഷെ ആന്റിക്ക് അതത്രയ്ക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമൊന്നും ആയിരുന്നില്ല. ആന്റിയും ഇപ്പോൾ കൗൺസിലറുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ്. നിങ്ങൾ എന്തൊരു പരിപാടിയാണ് കാണിച്ചത്, ആ ഒരു വാഷറൊക്കെ നിങ്ങൾക്ക് ലഭിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അതൊന്നും നിങ്ങൾ മേടിക്കാതിരുന്നതെന്നൊക്കെ അയാളുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അയാളും ഇപ്പോഴുള്ള വാഷറൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം ആന്റിയെയും അറിയിക്കുന്നു. അതൊക്കെ പഴയതല്ലേ, അതിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ടാണ് ഞാൻ പുതിയതും കൊണ്ടുവന്നത്. ഇതൊക്കെ ആകട്ടെ AI വെച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ്, മാത്രമല്ല നിനക്ക് ഷൂസ് പോലും ഇതിൽ കഴുകാനായിട്ട് സാധിക്കുമെന്നൊക്കെ ആന്റി പറയുമ്പോൾ ആണോ എന്നൊരു മറുപടി മാത്രമായിരുന്നു അവനും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗിഫ്റ്റിന്റെ കാര്യമാണെങ്കിലും മനുഷ്യരുടെ കാര്യമാണെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭമൊക്കെ വരുമ്പോഴത്തേക്കും ആ അവസരം വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ മറ്റുള്ളവർക്ക് നൽകുകയല്ല എന്നൊക്കെ ആന്റി പറയുമ്പോഴും അവൻ ഒന്നും തന്നെ മനസ്സിലാകാതെ ആന്റീനെ നോക്കി നിൽക്കുന്നു. ഞാൻ ഇന്നിവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരികയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭമൊക്കെ നീയും മനസ്സിലാക്കി പെരുമാറണമെന്നൊക്കെ ആന്റി പറയുമ്പോഴും അവൻ ഒന്നും മനസ്സിലാക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ആന്റിയും എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയുകയാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ യെസ് പറഞ്ഞില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഞാൻ ഇവിടേക്ക് മടങ്ങി വരുന്നതായിരിക്കുകയില്ല എന്നൊക്കെ ആന്റി പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന ചേട്ടനും ആന്റിയുടെ മൈക്കൊക്കെ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തതായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങളും കേട്ടു എന്നൊക്കെ ചേട്ടൻ പറയുമ്പോഴത്തേക്കും ആന്റി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ട് പോലും ഒരു മറുപടി പറയാതെയൊക്കെ കൗൺസിലർ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കും ഇവൻ എന്താ പൊട്ടനാണോ എന്ന് പോലും ചേച്ചി ചോദിച്ചു പോകുന്നു. ആന്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ജനലിന് വെളിയിലേക്ക് എല്ലാവരും തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആന്റിയും ജനലിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ആളുകളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ ഒരു നാണക്കേട് മൂലം അവിടെ നിന്ന് ഓടുവാനൊക്കെ നോക്കുന്നു. പക്ഷെ കൗൺസിലറോടും പിറകെ പോകുവാനായിട്ടാണ് അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത്. അങ്ങനെ കൗൺസിലറും ആന്റിയുടെ പിറകേക്ക് ഓടുകയാണ്. ഓൺസിംഗിനെതിരായിട്ട് കുറച്ച് തെളിവുകളൊക്കെ ഹിനു ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അത് ബോർഡ് മെമ്പേഴ്സിനൊക്കെ കാണിച്ചത് കൊണ്ട് തന്നെ ഇനി ഓൺസിംഗിനെ ചെയർമാനായിട്ട് തുടരുവാനായിട്ട് അനുവദിക്കണമെന്നൊരു ചർച്ചയൊക്കെയാണ് ഇപ്പോൾ മീറ്റിംഗിൽ നടക്കുന്നത്. അതൊന്നും തന്നെ ഓൺസിംഗിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ഷെയർസ് ഒക്കെ മേടിച്ചിട്ട് ആർക്കും ഓൺസിംഗിനെതിരായിട്ട് ശബ്ദം ഉയർത്തുവാൻ സാധിക്കാത്ത വിധത്തിലൊക്കെ ആക്കി കൊടുക്കണമെന്നതാണ് ഓൺസിംഗിന്റെ തീരുമാനവും. ഇപ്പോൾ ഓൺസിംഗും 4.2% ഷെയറൊക്കെ അധികമായിട്ട് മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ഡിറ്റക്റ്റീവും അറിയിക്കുകയാണ്. അതായത് സീക്രട്ട് ഫണ്ട് വീണ്ടും അവൻ ഉപയോഗിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. ബ്രോക്കർ ആയിരിക്കും ഹ്യുനുവിന് ആ ഒരു വിവരങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവുക എന്നാണ് എല്ലാവരും വിചാരിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഉൻസിംഗിനെതിരായിട്ടുള്ള തെളിവുകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത് ഡാഹയായിരുന്നു. ഡാഹയെ കാണുവാനായിട്ട് മുൻ ഭർത്താവൊക്കെ എത്തിയിരിക്കുകയാണ്. ഡാഹയും കയ്യിലുണ്ടായിരുന്ന പല കാര്യങ്ങളും അയാളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും തെളിവുകളൊന്നും കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. സ്യോൽഹിനെ ഞാൻ കണ്ട സമയത്താകട്ടെ സ്യോൽഹിയും നിന്നെ ഒഴിവാക്കുവാനായിട്ടായിരുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീയും ഇന്ന് ഇവിടെ വെച്ച് കൊല്ലപ്പെടുവാനായിട്ട് പോവുകയാണെന്നൊക്കെ ഹസ്ബൻഡ് പറയുമ്പോഴത്തേക്കും ഡാഹയും പേടിച്ച് ഡോറൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ആ വണ്ടിയിലാകട്ടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കാതെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സൂചോളും ഒരു സൈക്കിളിലൊക്കെ ആ ഒരു വണ്ടിയുടെ പിറകെയും വരുന്നു.
വഴിയിലൂടെ ട്രെയിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ വണ്ടിയും ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ആവുകയാണ്. ഈ ഒരു സന്ദർഭമൊക്കെ മുതലാക്കിക്കൊണ്ട് സൂചോളു അവരുടെ വണ്ടിയുടെ മുന്നിലൊക്കെ വന്ന് നിൽക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.